ഇന്ന് എൻ്റെ ഒരു സിസ്റ്ററുടെ കഥ പറയാം. എനിക്ക് ഒരിക്കൽ വള വാങ്ങാൻ വേണ്ടി ഒരു ജ്വല്ലറി പോയി. അപ്പോൾ ജ്വല്ലറിയിൽ വള വാങ്ങാൻ പോയി. അപ്പോൾ അവിടെ അവരുടെ ജ്വല്ലറിയിൽ നിന്ന് വളയെടുത്തു. അപ്പോൾ തിരിച്ചു വന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ചേച്ചി ഭയങ്കര ബിസി ഫോണിൽ. അങ്ങനെ നോക്കുമ്പോൾ ആരാന്നറിയുന്നില്ല. അവൾ ആകെപ്പാടെ ഒരു 30 കിലോ വരും. 30 ഒരു 45 കിലോ എങ്ങാനും വരും. ചേട്ടൻ അന്ന് ഒരു 90 കിലോ എങ്കിലും വരും കേട്ടാ. ഭയങ്കര ഹൈറ്റും. ഇവളാണെങ്കിൽ 5 അടി പോലും ഇല്ല, ഒരു 4.5 അടിയേ വരുള്ളൂ. ചേട്ടനാണെങ്കിൽ ഒരു 6 അടിയെങ്കിലും വരും, ആ ജ്വല്ലറിയിലെ ചേട്ടൻ. അപ്പോൾ ഞാൻ ചോദിച്ചു ആരാന്ന് ചോദിച്ചപ്പോൾ സംഭവം ഈ ചേട്ടനാണ്. അപ്പോൾ കോഴിക്കോടായിരുന്നു ഒരു ജ്വല്ലറി. ഒരു വലിയ പേര് കേട്ട കുടുംബമാണ്, ഫേമസ് ആയ ആൾക്കാരാണ്, കൊങ്ങണീസാണ്, മംഗലാപുരംകാരാണ്. അവരെല്ലാം സെറ്റിലായിരുന്ന ബാംഗ്ലൂരിലാണ് കേട്ടോ. അങ്ങനെ അവരുടെ പ്രപ്പോസൽ വന്നു. ചേച്ചിയെ കല്യാണം കഴിച്ചു, അവളെ കല്യാണം കഴിച്ചു വിട്ടു. പിന്നെ അപ്പോൾ അവൾക്കും എനിക്കും കുട്ടികളാന്ന് വെച്ചാൽ ഭയങ്കര വീക്ക്നെസ്സാണ്. അവളെ കുട്ടീൻ്റെ സ്വഭാവമാണ്. ഒരു പണിയും അറിയില്ല. ചോറ് പോലും വാരി തിന്നാത്തവളായിരുന്നു. ചോറ് വാരി തിന്നില്ല, എല്ലാവരും വാരി കൊടുക്കണം. എല്ലാവരോടും പറയും വാരിത്താന്ന് പറഞ്ഞിരിക്കും. ഒരു പണിയെടുക്കൂല, ഒറ്റ പണിയെടുക്കൂല. എന്താ നമുക്കെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് സ്പെഷ്യലാണ്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്തും എൻ്റെ ചേച്ചിയോടാ തുറന്ന് പറയണമെന്നുള്ളത്. എൻ്റെ അനിയത്തി, എൻ്റെ അമ്മ, എൻ്റെ ചേച്ചി, അവളോടെ ഞാൻ പറയുള്ളൂ. എൻ്റെ മനസ്സിലെ മൊത്തം ഇവർ 3 പേരോടും, എൻ്റെ അനിയത്തിയും എൻ്റെ ചേച്ചിയും, അതിൽ നിന്ന് വിട്ടാൽ പോകില്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആ ഒരു സർക്കിളിൽ. പിന്നെ സബിൻ, അവനോടും പറയും. ചേച്ചീൻ്റെ അടുത്ത് പറയുന്ന അതുപോലെ വേറെ ആരോടും പറയില്ല എന്ന് തന്നെ പറയാം. അത്രയും സീക്രട്ടായിട്ട് ഇരുന്നോളും അവളെ മനസ്സിൽ. പിന്നെ അമ്മ, ഇത്രയും പേരോട് തന്നെ ഞാൻ എന്തുണ്ടെങ്കിലും പറയുള്ളൂ. ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലും പറയുന്നുണ്ടെങ്കിലും ഒക്കെ അമ്മേനോട് എല്ലാം തീരുമാനം എടുത്തു കഴിഞ്ഞേ പറയുള്ളൂ. അമ്മ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും. ചേച്ചി പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഭയങ്കര കോൺഫിഡൻറ്റ് തരും. നിൻ്റെ ഇഷ്ടമാണെങ്കിൽ അത് ഓക്കെ ആണ് ഡേ, എങ്കിൽ നീ അങ്ങനെ ചെയ്യുക, തീരുമാനം നീ എടുക്കുക എന്നൊക്കെ പറയും. മനസ്സിലായോ? നമുക്കെന്തും പറയാം. ചേച്ചി ഇത് എങ്ങനെയുണ്ട്, ഈ ഡിസിഷൻ എടുക്കണോ വേണ്ടിയോ എന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങളിങ്ങനെ കുറേ ഡിസ്കസ് ചെയ്യും. അങ്ങനെയാണ് ചേച്ചി. അപ്പം അങ്ങനെ ആള് കല്യാണം കഴിഞ്ഞു, പ്രസവിച്ച് ആദ്യം ഒരു കുട്ടി ഉണ്ടായി, മോള്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ആദ്യം ഒരു മോളുണ്ടായി. മോളെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ തലമൂത്ത ചേച്ചിയില്ലേ, എല്ലുമ്മേൻ്റെ മോള്, ആ ചേച്ചിക്ക് പെമ്മക്കളില്ലാന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ഓർമ്മയുണ്ടാവും. അവർക്ക് പെമ്മക്കളില്ലാത്തതുകൊണ്ട് ചേച്ചി പറഞ്ഞേടി ഞങ്ങൾക്ക് താടി കുഞ്ഞിനെ എന്ന് പറഞ്ഞു, ഞങ്ങൾ നോക്കാടി എന്ന് പറഞ്ഞ് ഓക്കെ. ഇവള് പറഞ്ഞു എന്നാൽ പിന്നെ നിങ്ങൾ നോക്കിക്കാമെന്ന് പറഞ്ഞ് കൊടുത്തു. പിന്നെ ചോദിക്കാൻ അവർക്ക് പെങ്കൊച്ചിനെ കിട്ടാൻ വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു ഒരു പണിയും അറിയില്ല എന്ന്. അപ്പം അതൊക്കെ ഓർത്തിട്ടാണ്, കാരണം ഇവക്കൊരു പണിയും അറിയില്ല, ഇവക്കൊന്നും ചെയ്യാൻ അറിയില്ല. അതൊക്കെ കൊണ്ട് മൂത്തേച്ചി അവളെ അങ്ങ് ഏറ്റെടുത്തു. അവർ പൊന്നുപോലെ കുഞ്ഞെ വളർത്തിയിട്ടാണ്. കുറേ കാലം വളർത്തി. അവളൊരു 4-5 കൊല്ലം ചേച്ചി വളർത്തി. 4-5 കൊല്ലം അല്ലാന്ന് തോന്നുന്നുണ്ട്. 4-5 കൊല്ലം ചേച്ചി വളർത്തി. പിന്നെ കൊച്ചും ചേച്ചിയും തമ്മിൽ അപ്പോഴത്തേക്ക് അവൾക്ക് അടുത്ത് പ്രഗ്നൻ്റ് എങ്ങാണ്ടായപ്പോൾ അല്ല പിന്നെ അടുത്ത പ്രഗ്നൻ്റായി. അപ്പോൾ അടുത്ത ആങ്കൊച്ച, പിന്നെ രണ്ടാമത്. അപ്പോൾ ഈ കുട്ടികളെ ഇഷ്ടമായതുകൊണ്ട് എന്നോട് ഞാൻ പ്രോത്സാഹിപ്പിക്കും, ചേച്ചി പ്രസവം നടത്തല്ലേ അടുത്തതേ. അപ്പോൾ അടുത്തതായി. അങ്ങനെ 4ാമത്തെ കുഞ്ഞിയായി. 3ാമത്തെ കുഞ്ഞിയായി. 3ാമത്തെ കുഞ്ഞായപ്പോൾ ഇവൾ ഒരുവിധം ചോറും കറിയൊക്കെ വയ്ക്കാൻ പഠിച്ചു. പിള്ളേരൊക്കെ പാവം, അവർക്കൊരു തൈരും കൂട്ടി കൊടുത്താലും ഒരു ബ്രാഹ്മിൻസ് അല്ലേ, അപ്പോൾ
തൈര് കൊടുത്താലും കൊച്ച് കഴിക്കും, പരിപ്പ് കൊടുത്താലും കഴിക്കും കുഞ്ഞുങ്ങൾ ചോറിൻ്റെ കൂടെ. രാവിലെ എന്തൊക്കെയോ ഉണ്ടാക്കും തോന്നുന്നുണ്ട്. രാവിലെ ദോശമാവൊക്കെ അരച്ച് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കും. അരച്ച് കയറ്റി വെച്ചിട്ട് അതിങ്ങനെ എടുത്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ പഠിച്ചു. പക്ഷേങ്കിൽ ആൾക്ക് ചോറും കറി ഉണ്ടാക്കാൻ അറിയില്ലെങ്കിലും എല്ലാ ഇതും ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്. കേക്ക്, ബിസ്ക്കറ്റ്, അത് പണ്ടേ അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനത്തെയൊക്കെ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കും. ചോറും കറി ഉണ്ടാക്കാനൊന്നും അറിയില്ലെങ്കിൽ ഇതുണ്ടാക്കും. പിന്നെ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ പാതിരാത്രി വരെയും കുക്കിങ്ങാണ്. എന്നാൽ ഒട്ട് ചേട്ടൻ വീട്ടിൽ നിന്ന് കഴിക്കുകയില്ല, പുറത്ത് ഹോട്ടലിൽ നിന്നാണ് വാങ്ങുന്നതും കൊണ്ടുവരുന്നതൊക്കെ. ഇവിടെ ചോറും കറിയൊക്കെ വയ്ക്കും. എന്നിട്ട് രാത്രി ചേട്ടൻ പുറത്തുനിന്ന് ഫുഡും കൊണ്ടുവരും. എന്നിട്ട് കുറേ മീനും അതും ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വരും. ഇവർക്ക് പാതിരാത്രി ഒന്നുമില്ല, നേരം വെളുക്കുന്നവരെ ഇവർക്ക് ഉറക്കമില്ല. അങ്ങനെ അവസാനം നാലാമത്തെ കുഞ്ഞായപ്പോഴും ഞാൻ പറഞ്ഞു, നീ പ്രസവം നിർത്തല്ലേ, അടുത്തും കൂടെ അപ്പന്നെ ചീത്ത പറയുന്നത്. നീ മിണ്ടാണ്ടിരുന്ന അവിടെ എന്നെ കൂടെ ഒന്നാവില്ല 4 എണ്ണത്തിന്. പക്ഷെ ഇഷ്ടം, അവൾക്ക് ഇഷ്ടം, എനിക്കറിയാം. നിറച്ചും കുഞ്ഞുങ്ങളെ ഇഷ്ടം. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അമ്മമ്മയ്ക്ക് 12 മക്കളാന്ന് പറഞ്ഞില്ലേ. അപ്പം അതുകൊണ്ട് അവൾക്കും ഇഷ്ടമാണ്, നിറച്ചും കുഞ്ഞുങ്ങളെ ഇഷ്ടമാണ്. പക്ഷെ ഭയങ്കര മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. അവൾ ഒറ്റയ്ക്ക് കിടന്ന് എന്നെ നോക്കണ്ടേ. ഇപ്പോൾ ഭയങ്കര കഷ്ടമാണെന്ന് വെച്ചാൽ 2 പേരും ഒരു സ്കൂളിൽ കൊണ്ടാക്കണം. അടുത്ത് ഒരുത്തിയെ വേറെ സ്കൂളിൽ കൊണ്ടാക്കണം. പിന്നെ ഒരു ചെറിയ ചോട്ടനെ അതിനെയും ഒരിടത്ത് ഉണ്ടാക്കണം. എല്ലാം കൂടെ കഴിഞ്ഞ് സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വരുമ്പോഴല്ല അവളെ തളരും. എന്നിട്ട് ഉച്ചയ്ക്ക് ഇതുപോലെ തന്നെ കൂട്ടിക്കൊണ്ട് വരണം. ഭയങ്കര കഷ്ടാട്ടാ. ഇപ്പം മെലിഞ്ഞ് എല്ലാം തോലായിട്ടായിരിക്കുന്നത്. കാണാൻ ഭയങ്കര സ്റ്റൈലാണ്. പിന്നെ ഇതൊന്നും പോരാഞ്ഞിട്ട് ഭയങ്കര സ്നേഹമാണ് കെട്ടിയവനും ഭാര്യയും ഭർത്താവും. 24 hours അന്നത്തെ സ്നേഹം ഇന്നും ഉണ്ട്. 24 hours ആർക്കും ദൈവമേ കണ്ടോട്ടായിട്ടിരിക്കട്ടെ. 24 മണിക്കൂറും ഫോൺ വിളിയാണ്, 24 മണിക്കൂറും. ചേട്ടൻ ഇവിടെ ഇല്ല, ചേട്ടൻ പുറത്തെ ഗൾഫിലാണ്. ചേട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ അവിടെയുണ്ട്. അവിടെ തന്നെ ബാംഗ്ലൂർ തന്നെയാണ്. അവരിപ്പോൾ ബാംഗ്ലൂരിലാണ് ഉള്ളത്, ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത്. കുഞ്ഞുങ്ങളൊക്കെ മലയാളം പറയും, മലയാളം പഠിച്ചു, മലയാളം പറയും. പക്ഷേങ്കിൽ അവരുടെ കൊങ്ങണി ഭാഷയും ഇതും എല്ലാം കൂടി മിക്സ്ഡ്. അവർ കൊങ്ങണി ഭാഷയാണ് വീട്ടിൽ സംസാരിക്കണേ. അപ്പം അതും പിന്നെ കന്നഡയും മലയാളം കൂടെ കലർന്ന രീതിയിൽ മലയാളം സംസാരിക്കും. മൂത്ത മോള് അവൾ പിന്നെ നല്ലോണം മലയാളം പറയും. അവൾ മൂത്തേച്ചിൻ്റെ അടുത്തല്ലേ നിന്നേ, അതുകൊണ്ട് മലയാളം നല്ലോണം പറയും. പിന്നെ ഇപ്പോൾ കണ്ടിട്ടിപ്പോൾ ഞാൻ പോയിട്ടുണ്ട് ബാംഗ്ലൂരിൽ, ഞാൻ പോയിട്ടുണ്ട്, നിന്നിട്ടുണ്ട്. എനിക്ക് ബാംഗ്ലൂർ അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമല്ല. എന്താ ചോദിച്ചാലും അറിയില്ല, ആൾക്കാരെല്ലാം കൂടെ അങ്ങനെ തച്ച് കൂട്ടാവും, ഞാൻ പറയില്ല. നല്ല ഫ്രഷ് പാലൊക്കെ കിട്ടും കേട്ടോ അവിടെ. ഇവിടെ നോക്കിയാലും പശുക്കൾ ഇഷ്ടംമാതിരി ഉണ്ട്. ഇങ്ങനെ കറന്ന് കൊടുക്കും പാല്, നല്ല പാല് കറന്ന്. അപ്പം ചെന്നാലും നമുക്ക് കറന്ന് പാല് കൊടുക്കും. പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ പാക്കറ്റ് പാലല്ലേ, അതിൽ നിന്ന് അവൾ കൊണ്ടുവച്ചിട്ട് നെയ്യൊക്കെ ഉണ്ടാക്കും. അതൊക്കെ അറിയും കേട്ടോ. ചോറും കറിയൊക്കെ വെക്കും. ഒരു കറിയൊക്കെ വെച്ച് വരുമ്പോൾ സമയം എടുക്കുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്ന ഫ്രിഡ്ജിലെങ്ങാണ്ട് വെച്ചിട്ട് പിള്ളേർക്ക് അത് കൊടുക്കല്ലേ. പിള്ളേർക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പിള്ളേർക്ക് തൈര് കൂട്ടി കൊടുത്താൽ, അല്ലെങ്കിൽ നെയ്യ് കൂട്ടി കൊടുത്താൽ നെയ്യൊക്കെ കൊടുക്കും. അങ്ങനെ അവർ നോക്കുന്നത്. ബട്ടർ, ഗീ, പിന്നെ പനീർ, ഇങ്ങനത്തെയൊക്കെ ഹെൽത്തി ഫുഡ് കൊടുക്കും അവൾ. പിന്നെ ഫിഷൊക്കെ അവിടെ കിട്ടാൻ പാടാണ്. പിന്നെ ചിക്കൻ ഇപ്പം നല്ലതല്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ കൊടുക്കാതെ. പിന്നെ അവരാരും ബീഫൊന്നും അങ്ങനെ കഴിക്കില്ലല്ലോ. പോർക്ക് ബീഫൊന്നും പിള്ളേരും കഴിക്കില്ല. ചേട്ടൻ്റെ അച്ഛനും അമ്മയൊന്നും അങ്ങനെ കഴിക്കില്ല. ചേട്ടൻ കഴിക്കും, അതുകൊണ്ട് പിള്ളേർക്കും അത് കൊടുക്കാറുണ്ട്. പിന്നെ അവളവിടെ സെറ്റിൽ, അവൾക്കവിടെ ഇഷ്ടമാണ് ബാംഗ്ലൂർ. ഞാൻ പറയാം എനിക്ക് ഇഷ്ടമല്ല എന്നാലും ബാംഗ്ലൂർ. എനിക്കത് ഒരു ഇഷ്ടക്കുറവാണ്. എനിക്ക് ബാംഗ്ലൂർ അത്ര പോരാ. അതുപോലെ ചെന്നൈ എനിക്ക് ഇഷ്ടമല്ല, എന്താണെന്നറിയില്ല. ചെന്നൈയിലും പോയിട്ട് എനിക്ക് ഭയങ്കര റഷാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് സിറ്റി ലൈഫ് ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എറണാകുളം അങ്ങനെ ഇഷ്ടമില്ല. എനിക്ക് എറണാകുളത്തായിരുന്നു ഞാൻ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അതൊക്കെ നിർത്തിയാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. പഠിക്കാനായിട്ട് ഇപ്പോൾ ഇറങ്ങി 3 കൊല്ലമായിട്ട്.
എനിക്ക് സിറ്റി ലൈഫ് ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇഷ്ടമല്ലാത്തത്. ബാംഗ്ലൂരിൽ മുക്കിന് അമ്പലങ്ങളാണ്. പിന്നെ പോരാത്തതിന് ഭയങ്കര റഷാണ്. വണ്ടികളൊക്കെ ഈ ഉറുമ്പഴയുന്ന പോലെ ഉറുമ്പഴഞ്ഞു പോകുന്ന പോലെ പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും കുറേ പൂക്കളും അമ്പലങ്ങളായതുകൊണ്ട് നിറച്ച് പൂക്കൾ എല്ലാം ഒരുപോലെ ഇരിക്കുന്ന സ്ഥലങ്ങളല്ല. എവിടെ തിരിഞ്ഞാലും ആ കൺഫ്യൂഷൻ അവർക്ക് അവരുടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് എനിക്ക് നാട്ടിൻപുറം തന്നെ ഇഷ്ടമാകുന്നുണ്ട്. പണ്ട് ബോംബെയിൽ നിന്നൊക്കെ ഞങ്ങൾ വരുമ്പോൾ കേരള ബോർഡർ എത്തുമ്പോഴല്ല എന്തോ ഒരു സ്വർഗം കിട്ടിയ പോലെയായിരുന്നു എനിക്ക്. അപ്പോൾ ചിലപ്പോൾ എനിക്ക് അന്ന് എൻ്റെ ഉള്ളിൽ എനിക്ക് നാട്ടിൻപുറം ആയിരിക്കും ഇഷ്ടം. സിറ്റി ലൈഫ് എനിക്ക് ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. നമ്മളെ അറിയുന്നതും നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ ചുറ്റിനുള്ളതാണ് എനിക്ക് സന്തോഷം. ഇന്നിവിടെ എന്നോട് സബിൻ ചോദിച്ചേയുള്ളൂ, നിനക്ക് നീ ഇവിടെ തന്നെ നിൽക്കാനാണോ പ്ലാൻ, പുറത്തൊന്നും പോകുന്നില്ലേ? ഞാൻ പറഞ്ഞു ഇല്ല, എനിക്കെന്തോ എല്ലാവരെയും ഇഷ്ടിട്ട് പോകാൻ എന്തോ ഒരു വിഷമമാണ്. പിന്നെ അവൻ ചെന്നൈയിലാണ്, ഞാൻ പറഞ്ഞില്ലേ. അവൻ പറയും ചെന്നൈ നല്ല അടിപൊളിയാണ്, ബാംഗ്ലൂർ എന്നാൽ നീ ബാംഗ്ലൂർ പോകും, നിനക്ക് ഇന്ത്യക്ക് പുറത്ത് പോകാനല്ലേ ഇപ്പം ഇഷ്ടമില്ലാത്ത. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്കാണ് ഇവിടെ അങ്ങോട്ട് പോകില്ല. കണ്ണൂർ കോഴിക്കോട് വിട്ടിട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ ഇപ്പം ഇഷ്ടമില്ല എന്ന് പറയും. അപ്പം എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് എന്നോട് പറഞ്ഞു നീ ബാംഗ്ലൂരൊക്കെ വന്ന് സ്റ്റാർട്ട് ചെയ്യും. ഞാൻ പറഞ്ഞില്ല, ഞാൻ കണ്ണൂർ വിട്ടിട്ട് അങ്ങോട്ട് ഇനി പോകുന്നില്ല, ഇവിടെ തന്നെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തന്നെ നിൽക്കും. നമ്മളെ നാടല്ലേ വളരേണ്ടത്, നമ്മളെ നാടല്ലേ നമ്മൾ സക്സസ് ആക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇതാക്കി. അപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ നിന്നാൽ എന്ത് കിട്ടാനാണ്, ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്നും കിട്ടാനും പോകുന്നില്ല, പിന്നെ വലിയ ഇതുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും ഉണ്ടാക്കാനൊന്നുമല്ല, എനിക്കിവിടെ എൻ്റെ ആഗ്രഹം ഈ നാട്ടിൽ നിൽക്കണമെന്നൊരാഗ്രഹം. ഒന്നും ഉണ്ടാക്കാനും പിടിക്കാനൊന്നുമല്ല. എനിക്കിനി ഇത് വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും വലിയ അംബാനിയായി തീർന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. നമ്മൾ മരിച്ചപ്പോൾ അല്ല ജീവിച്ചപ്പോൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടാണ് ഇങ്ങോട്ട് വന്നതല്ല. അങ്ങനെ ഒന്ന് അഹങ്കരിക്കുന്ന ആളെയല്ല ഞാൻ. നമ്മൾ മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല, ജനിച്ചു വന്നപ്പോഴും ഒന്നും കൊണ്ട് വന്നിട്ടുമില്ല. അപ്പോൾ അങ്ങനെ വലിയ അംബാനി ആവണമെന്നൊന്നും ആഗ്രഹമില്ല. ഒരു ടാറെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, നടക്കുമെന്നറിയില്ല. അതിനി എന്നെ കളിയാക്കരുത്, ഈ ടാറെടുത്തോടി എന്ന് ചോദിക്കരുത്. ഇനി എടുക്കുകയാണെങ്കിൽ ഒരു ടാറെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ ബുള്ളറ്റിൻ്റെ ആഗ്രഹം കൊണ്ടുവച്ചപ്പോഴേ തീർന്നു, ഓടിച്ചില്ല. ഷോ കഴിഞ്ഞിട്ട് വരട്ടെ, എന്നിട്ട് വേണം എനിക്ക് ബുള്ളറ്റ് ഓടിച്ചതാക്കാനായിട്ട്. 4-ാം തീയതി ഷോ ആയെന്ന് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞ് ബുള്ളറ്റ് പഠിക്കാനായിട്ട് ഇറങ്ങണം. പിന്നെ അത് കഴിഞ്ഞ് ടാറാണ് ആഗ്രഹം, ടാറെടുക്കണം. ഉടനെയൊന്നുമില്ല കേട്ടോ, ഞാനിപ്പോൾ പറഞ്ഞു എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ ടാറായിരിക്കാം. ഒരു 50% കേട്ടോ, 50-50. ചിലപ്പോൾ കാറിലേക്ക് പോകാം, ചിലപ്പോൾ ടാറിലേക്ക് പോകാം. പിന്നെ വേസ്റ്റാണ് ടാറ് ആലോചിക്കുമ്പോൾ. പിന്നെ എനിക്കിഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് ടാറ്. കാറ് പിന്നെ നമ്മളെപ്പോഴും കാണുന്നതല്ലേ, ടാറ് വേറൊരു ലുക്ക് തന്നെയാണ്. ഇല്ലെങ്കിൽ ജീപ്പ് ടൈപ്പ്, ഇതൊക്കെ എനിക്ക് വേറെ ഇഷ്ടങ്ങളാണ്, എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല. ഇന്നത്തെ എൻ്റെ വീഡിയോ തീർന്നു കേട്ടോ.